പച്ചയ്ക്ക് വർഗീയത പറയുന്ന CPM നേതാക്കൾ സങ്കല്പിക്കാൻ പോലും ആവാത്ത ഒന്നാണ്. ഇന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി പോലും വർഗീയത പറയും. മറ്റൊരു മന്ത്രി അതിന് വ്യാഖ്യാനം നൽകും. മുസ്ലിം ലീഗ് വിമർശനം മുസ്ലിം വിമർശനമല്ല എന്നാണ് ഈ വ്യാഖ്യാനങ്ങളുടെ മൊത്തം തുക. എന്താണ് CPMന്റെ ലീഗ് വിമർശനം? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് വക്താവ് PK നവാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് അലി കിനാലോ എന്നിവർ. ആദ്യം KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അല്പം മുമ്പ് മന്ത്രി MP രാജേഷ് പോലും പറയുന്നത് സജി ചെറിയാൻ പറയുന്നതിൽ കൃത്യത കുറവൊക്കെ ഉണ്ടാകാം, പക്ഷേ AK ആന്റണി പറഞ്ഞതുപോലെയോ KM ഷാജി പറഞ്ഞതുപോലെയോ ഉള്ള വർഗീയതയല്ല സജി ചെറിയാൻ പറഞ്ഞതെന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു, ജയിച്ചു വന്ന ആളുകളുടെ പേര് നോക്കി മതം കണ്ടുപിടിക്കുന്ന പണിയാണ് ഇവർ ചെയ്യുന്നത്, ഇത് വർഗീയതയാണ് എന്ന് പറയുന്നു. മൊത്തത്തിൽ ഈ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ലീഗിനെ വിമർശിക്കുന്നു, BJP വിമർശിക്കുന്നു. BJPയും ലീഗും ഒന്നാണ് എന്ന നിലപാട്, ഒരേ രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടികളാണെന്ന നിലപാട് CPMനുണ്ടോ? എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ലീഗ് വിമർശനം? ആദ്യം തന്നെ അജീംസിനോടൊരു കാര്യം പറയട്ടെ. ഈ VD സതീശനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് ഭയങ്കര മതനിരപേക്ഷ നിലപാട് പറയുകയാണ്. അദ്ദേഹം അതിൻ്റെ ആദർശ മാതൃകയായ ആളാണെന്നൊന്നും എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചു പോന്ന ആളാണ്. 33 സ്കൂളുകൾ മലബാറിലെ ന്യൂനപക്ഷ സമുദായ സ്ഥാപനങ്ങൾക്ക് നൽകിയപ്പോൾ ഈ VD സതീശൻ UDF ഭരിക്കുന്ന കാലത്ത് തന്നെ ഈ സംസ്ഥാനത്ത് നടത്തിയ പ്രചാരണം എന്തായിരുന്നു? ഈ 33 സ്കൂളുകൾ നൽകിയ നടപടി ഈ സംസ്ഥാനത്ത് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കും, കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമെന്ന് നഗ്നമായി പറഞ്ഞ, ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ആ സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സ്കൂൾ അനുവദിക്കുന്നത് വഴി ഇവിടെ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാവുമെന്ന് പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരാളെ നിങ്ങൾ വളരെ ആദർശാത്മകമായി സെക്യുലറിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിട്ടൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട, കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ജീവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാം. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കാലാകാലമായി ഭൂരിപക്ഷ രാഷ്ട്രീയ അജണ്ട, RSSനെ പോലെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ച് എത്രയോ നയങ്ങൾ, എത്രയോ നിലപാടുകൾ സ്വീകരിച്ചുള്ളതാണ്. എന്നാൽ സജി ചെറിയാൻ ഇവിടെ പറഞ്ഞത് വളരെ കൃത്യതയോടെ, വളരെ ആസൂത്രിതമായി സംഘപരിവാറിൻ്റെ അജണ്ടയാണ് CPMനെന്ന് കേരളത്തിൽ ഇല്ലാത്ത നുണക്കഥകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കനകോലു തന്ത്രമനുസരിച്ച് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശനുമൊക്കെ ചേർന്ന്. ഇതിനെതിരായിട്ട് സജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണത്തെ, അദ്ദേഹത്തിൻ്റെ ഈ ഏതെങ്കിലും ഒരു സമുദായത്തെ ജയിച്ചു വന്നവരുടെ മതമൊന്നും നോക്കിക്കാണുന്ന നിലപാടുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും, അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അതിൻ്റെ സമഗ്രതയിൽ നടത്തിയെടുത്ത് ഒരു വാക്കിൽ പിടിച്ച്, ഒരു വാചകത്തിൽ പഠിച്ച് CPM നേതാക്കൾ പച്ചക്ക് വർഗീയത പറയുകയാണ് എന്ന് അധിക്ഷേപിക്കരുത്, ആരോപിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമേ അജീംസിനോട് പറയാനുള്ളത്. CPMന്റെ മുസ്ലിം ലീഗ് വിമർശനം എന്താണ്? CPM വംശീയമായ ഒരു അഭിസംബോധന രീതിയാണ്. ഒരാളുടെ പേര് നോക്കൂ, അയാൾ ആരാണെന്ന് നോക്കൂ എന്ന് പറയുന്നത്. നിങ്ങൾ പറയണം അവിടെ ജയിച്ച ഇന്ന പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ആ പറഞ്ഞില്ല, അദ്ദേഹത്തിന് പിശക് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ മുസ്ലിം ലീഗ് കൃത്യമായ ഒരു മുസ്ലിം ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഇതൊരു സെക്കുലർ രാഷ്ട്രമാണ്, ഒരു സെക്കുലർ സമൂഹമാണ് കേരളം. മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പ്രസംഗിക്കുന്ന ഒരാൾ ഇവിടെ എന്താണ് തുടൽ പൊട്ടി കേരളത്തിലെ സമൂഹത്തിലേക്ക് വന്ന് പച്ച നുണയും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ കാർഡ് ഇറക്കിയല്ലോ, മീഡിയ വൺ കാർഡ് ഇറക്കിയല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? തലശ്ശേരി കലാപത്തിൻ്റെ ആസൂത്രകൻ പിണറായി വിജയനാണ്. എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? എവിടെ നിന്നാണ്? അജിംസിനെ പോലുള്ള ചരിത്രബോധമുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടേ? അദ്ദേഹത്തോട് ചോദിച്ചോ? മീഡിയ വൺ ചോദിച്ചോ? ഷാജിയോട് ചോദിച്ചോ? എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? സഖാവ് പിണറായി വിജയൻ്റെ സഹോദരൻ കുമാരൻ പാറപ്പുറത്തെ പള്ളി തകർത്ത ആളാണ് എന്ന് KM ഷാജി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇത്രയും ക്ഷുദ്രമായ ഒരു വിഭജനത്തെ, വിദ്വേഷത്തെ ലക്ഷ്യം വെച്ച് CPMനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കുമ്പോൾ നിങ്ങൾ സെക്കുലറിസത്തെക്കുറിച്ച്, നിങ്ങൾ വംശീയവാദത്തെക്കുറിച്ച്, നിങ്ങൾ പച്ചയായ വർഗീയതയെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഉചിതമായ ചോദ്യം KM ഷാജിയെപ്പോലുള്ള ലീഗിൻ്റെ നേതാക്കളോട് ചോദിക്കുന്നില്ല? ലീഗ് ഇങ്ങനെ മാറരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിനെ പരിഗണിച്ചത് ഒരു സമുദായ പാർട്ടിയാണ്. ആ സമുദായ പാർട്ടി
പച്ചക്ക് വർഗീയത പറഞ്ഞ് CPM-നെതിരായിട്ട് ഒരു ഹിന്ദു പാർട്ടിയാണെന്ന നെറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ നെറേഷൻ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? RSSന് വേണ്ടിയാണ്. ഒരു സംശയവുമില്ല. കാലാകാലങ്ങളായിട്ട് RSSുമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് രഹസ്യവും പരസ്യവുമായ ബാന്ധവം ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ മുസ്ലിം ലീഗും കേരളത്തിൽ അവർ മന്ത്രിസഭയെ ശേഷം ഹിന്ദുത്വ അജണ്ടയാണ്. അതായത് BJP-യുടെ അജണ്ട രഹസ്യമായി നടപ്പാക്കുകയാണ് പിണറായി വിജയൻ. ഇന്ന് ഈ വിമർശനം ഈ 2026-ലോ 25-ലോ തുടങ്ങിയതല്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ UDF-ലെ വ്യത്യസ്ത ഘടകകക്ഷികൾ, ലീഗ് മാത്രമല്ല കോൺഗ്രസും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്നത് വർഗീയതയാണോ, അതുകൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ളതിന് ഞങ്ങൾ പറയുന്ന കാര്യം, ഒരു സമുദായ പാർട്ടി സിഖ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന അകാലിദളിനെ പോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ 10 വർഷം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തീവ്രമായ വർഗീയത പറയുകയാണ്. എപ്പോൾ മുതൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ തീവ്ര വർഗീയത പറയുന്നത് എപ്പോൾ മുതലാണ്? അത് വളരെ പ്രധാനമാണ്. ഈ 2025-26-ലാണോ ലീഗ് പണി തുടങ്ങുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക ജിംസേ. വീണയെ റിയാസ് കല്യാണം കഴിച്ചത് ആർക്കാണ് അതിൽ പ്രകോപനം? ഒരു മതപുരോഹിതനും ഒരു ആത്മീയ നേതാവും ഒരു മതപണ്ഡിതനും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് ഇത്തരം പരാമർശങ്ങൾ ലീഗ് നേതാക്കളിൽ നിന്ന് ഉണ്ടായതിനു ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തവരാണ് CPM-ന്റെ കേരള ഘടകം. അല്ല, മുസ്ലിം ലീഗ് എന്താണ്? ഒരു സമുദായ പാർട്ടിയാണ്. ആ സമുദായ പാർട്ടി ഇന്ന് വർഗീയ കാർഡ് ഇറക്കുകയാണ് കേരളത്തിൽ. എന്തിനു വേണ്ടി? എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. ആർക്ക് വേണ്ടി? മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയാണോ? അല്ല, മുസ്ലിം ലീഗിൽ അണിനിരന്നിരിക്കുന്ന സമ്പന്ന വർഗ്ഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടപ്പോൾ, പൊതുജനാരോഗ്യ ശക്തിപ്പെട്ടപ്പോൾ ആ മേഖലയിലൊക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്ന കേരളത്തിലെ ഈ പുതിയ ക്ലാസ്സിന്, ഈ സമ്പന്ന വർഗ്ഗങ്ങൾക്ക്, വിദ്യാഭ്യാസ കച്ചവടക്കാർക്കൊക്കെ വലിയ പ്രശ്നമുണ്ട്. അവരെങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ ഒഴിവാക്കണം. ഇടതുപക്ഷത്തെ അധികാരത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ റിയൽ എസ്റ്റേറ്റും പൊതു വിദ്യാഭ്യാസ കച്ചവടവും ആരോഗ്യ ചികിത്സാ വ്യവസായവും ഒക്കെ നന്നായി നടത്താമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ആ വർഗ താല്പര്യം എന്താണ്? എപ്പോഴും വർഗീയത ഉപയോഗിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ വർഗ താല്പര്യത്തെക്കുറിച്ചുള്ള CPM വിമർശനം വാലിഡാണ്. KT കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗിന്റെ വർഗ താല്പര്യങ്ങളെക്കുറിച്ചുള്ള CPM വിമർശനം വാലിഡാണ്. അത് ഇപ്പോൾ മാത്രമല്ല, മുൻപും ഒരു 20 വർഷം മുമ്പ് തൊട്ട് തന്നെ, AK ആന്റണി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ CPM ഉന്നയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അങ്ങനെ വിമർശിക്കുന്നത് ഓക്കെ, ആ ഒരു വിമർശനം അവരായ മറുപടി പറയും. പക്ഷേ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് വിമർശനം എന്ന പേരിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരു വാക്കുരിയാടാൻ, ആ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ CPM തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആദരിക്കുന്നു പല രീതിയിൽ. അദ്ദേഹം പറയുന്നതിന് പാരഡി പാടുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിൽ തൊട്ടുടനെയാണ് സജി ചെറിയാൻ അതിൻ്റെ പാരഡി പോലെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ ഈ ക്യാമ്പയിൻ തുടരുകയാണ്, മറിച്ച് നിങ്ങൾ ലീഗിനെതിരെ ആരോപിക്കുന്ന ലീഗ് വർഗീയ കാർഡ് ഇറക്കുന്നു എന്നാണ്. ഞങ്ങൾ ഈ ക്യാമ്പയിൻ തുടരുകയൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഞങ്ങൾക്കില്ല. അനാവശ്യമായ ഒരു നെറേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ചർച്ചയ്ക്ക് എൻ്റെ ഒരു വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM ചരിത്രപരമായി തന്നെ മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയത്തെ കേരള സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടിയാണ്. 1977 നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കും പാവപ്പെട്ട ഹിന്ദു സമുദായത്തിലെ പിന്നോക്ക ദളിത് സമൂഹങ്ങൾക്കൊക്കെ ഭൂമി കിട്ടാൻ വേണ്ടി 1969 അധികാരം നഷ്ടപ്പെട്ടു പോയ അന്നത്തെ സപ്തകക്ഷി ഗവൺമെൻറ് സമഗ്രമായ ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. ആ സമഗ്രമായ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനെ എങ്ങനെയെങ്കിലും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടുത്തെ തീവ്ര വലതുപക്ഷ ശക്തികൾ വളരെ ആസൂത്രിതമായി സഖാവ് EMSന്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയതിന് ശേഷം രൂപം കൊണ്ട മുന്നണിയുടെ പേരാണ് UDF എന്ന് പറയുന്നത്. ആ UDF മുന്നണി ഈ ഭൂപരിഷ്കരണ നിയമം പൂഴ്ത്തിക്കളിയും അത് നടപ്പാക്കില്ലെന്ന് വന്നപ്പോഴാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹുജന സമരം, ഭൂമിക്ക് വേണ്ടിയുള്ള കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള വളച്ചുകെട്ട് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നത്. ആ സമരം നിസ്സാരമായൊരു സമരമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജയിലുകളിലേക്ക് പോയ സമരമാണ്. 18 രക്തസാക്ഷികളുണ്ടായ സമരമാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ വള്ളിക്കാട് വാസു എന്ന് പറയുന്ന പാവപ്പെട്ട കർഷകത്തൊഴിലാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് രക്തസാക്ഷിയാവുന്നത് കദീശുമ്മയുടെ കുടികിടപ്പ് ഭൂമിക്ക് വേണ്ടിയാണ്.
മൂസ ഹാജി എന്ന് പറയുന്ന ലീഗ് നേതാവായ ജന്മിവിയാണ്, ഭൂപ്രമാണിയാണ്, അദ്ദേഹത്തിൻ്റെ കുണ്ടാ സംഘമാണ് വള്ളിക്കാട് വാസുവിനെ കൊല ചെയ്തത്. ഈ സമൂഹത്തിൽ മതത്തിനപ്പുറത്ത് ഇവിടുത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സെക്കുലറിസത്തെ പ്രതിഷ്ഠിച്ച പാർട്ടിയെ നിങ്ങൾ അങ്ങനെ വളരെ ലളിതമായി വളരെ അങ്ങനെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ ഭൂപരിഷ്കരണത്തെ തുടർന്ന് വിമോചന സമരം നടത്തിയ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിമോചന സമരം നടത്തിയ ആ വിഭാഗങ്ങളുടെ എല്ലാ പിന്മുറക്കാരും ഇന്ന് LDF-നൊപ്പം ഉണ്ട്. ജോസ് കെ മാണിയുണ്ട്. NSS പരസ്യമായി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇനി ആരാണ് ഇല്ലാത്തത്? അത് അജിംസിനെ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറുന്നതനുസരിച്ച് ബന്ധങ്ങളുണ്ടാകും. മുസ്ലിം ലീഗ് വിമോചന സമരത്തിൽ പങ്കെടുത്ത പാർട്ടിയാണ്. പക്ഷേ 60കളിൽ വിമോചന സമരത്തിൽ നേതൃത്വ കോൺഗ്രസിൻ്റെ സവർണ പ്രമാണിത രാഷ്ട്രീയം എന്താണെന്ന് ലീഗിന് മനസ്സിലായി. അങ്ങനെയാണ് മുസ്ലിം ലീഗ് സപ്തകക്ഷി മുന്നണിയിലേക്ക് വരുന്നത്. മുസ്ലിം ലീഗ് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്, അതിൽ പങ്കെടുത്ത പാർട്ടിയാണ്. നിലപാടുകളും കഴിഞ്ഞകാല തെറ്റുകളും തിരുത്തുമ്പോൾ പുതിയ മുന്നണികൾ ഉണ്ടാകും, പുതിയ ബന്ധങ്ങളിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിൽ അത്തരം ബന്ധങ്ങൾ വരുന്നതിനെ നമ്മളെന്താണ് അത് പണ്ട് അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നു ചോദിക്കേണ്ട. ഇവിടെ വളരെ കൃത്യമായിട്ട് മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലെയും പാവപ്പെട്ടവരുടെ ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത് വർഗീയ വിഭജനം ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് BJP-ക്ക് വോട്ട് കിട്ടുന്നു, അവരുടെ സീറ്റിൽ ജയിക്കുന്നു, ഒരു വശത്ത് മുസ്ലിം ലീഗ് ജയിക്കുന്നു. ഈ പറയുന്നതിലൂടെ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? BJP-യും ലീഗും ഒരേ രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടികളാണെന്നാണ്? അല്ല, തെരഞ്ഞെടുപ്പിൽ BJP-യും ലീഗും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ കനകലു തന്ത്രമനുസരിച്ച് ലീഗ് എന്ന് പറഞ്ഞാൽ UDF ധാരണ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ 6 സീറ്റുകളിൽ BJP-യെ സഹായിക്കാൻ മിസ്റ്റർ സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖരുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു കനകലു സ്ട്രാറ്റജിയാണ്. 20 സീറ്റുകളിൽ BJP കോൺഗ്രസിനെ UDF-നെ സഹായിക്കാൻ ധാരണ എത്തിയിട്ടുണ്ട്. ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി BJP-യുമായിട്ട് ഇടതുപക്ഷ ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു പ്രക്രിയയിലാണ്. ഒരു ഭാഗത്ത് വലിയ രീതിയിൽ മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കുമ്പോൾ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള തങ്ങളുടെ ശക്തമായ നിലപാടിൻ്റെ ഭാഗമാണ് ഇത്. CPI ഹിന്ദുത്വവുമായിട്ട് മൃദു സമീപനം സ്വീകരിക്കുകയാണെന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയായ BJP-യുമായിട്ട് രഹസ്യ ധാരണയിൽ നീങ്ങുകയാണ് ഇവിടുത്തെ UDF നേതൃത്വം. കനകലുവിൻ്റെ സൂത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് അജിംസെങ്കിലും തിരിച്ചറിയണം, അജിംസെങ്കിലും അത് മനസ്സിലാക്കണം. ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നഷ്ടപ്പെട്ട അധികാരം പിടിക്കാൻ അധാർമിക പ്രവർത്തനം നടത്തിയാലും ഒരു സെക്കുലറിസത്തിൻ്റെ കറകളഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപമാനകരമായി ഇത് ഹിന്ദുത്വമാണ്, ഹിന്ദുത്വവുമായി സന്ധി ചെയ്ത പാർട്ടിയാണ്, എവിടുന്നോ അവിടുന്നോ ഒക്കെയുള്ള ചില വാക്കുകൾ അടർത്തി മാറ്റി ഇങ്ങനെയുള്ള ഒരു അവതീർമാനത്തിലൂടെ CPM-നെ ഹിന്ദുത്വ കക്ഷിയായിട്ട് അവതരിപ്പിക്കാനുള്ള നീക്കം അങ്ങേറ്റ അപലപനീയവും പ്രതിഷേധാർഹവും ഭാവി സമൂഹത്തോട് കേരളത്തിൻ്റെ ഭാവി മതനിരപേക്ഷ ജീവിതത്തോട് ചെയ്യുന്ന വലിയ കുറ്റവുമാണെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ PK നവാസ്, മതമാണ് പ്രശ്നം എന്ന KM ഷാജിയുടെ ക്ലിപ്പ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിൽ വൈറലായതാണ്. അദ്ദേഹത്തിന്റെ പല പ്രസംഗത്തിന്റെ ക്ലിപ്പുകളും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടതാണ്. ഒന്ന്, അബ്ദുറഹ്മാൻ കല്ലായുടെ വിവാദ പരാമർശം. SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണ് എന്ന് മുസ്ലിം ലീഗ് വ്യാപകമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് മുസ്ലിം ലീഗ് വർഗീയ കാർഡിറക്കി കളിക്കുന്നു, മുസ്ലിം ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന CPM വിമർശനത്തിന്റെ കാതൽ. എന്താണ് നിങ്ങളുടെ മറുപടി? ശ്രീ അജിംസ്, ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട ഏറെ ആദരണീയനായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അവർ പറഞ്ഞത് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഒരു തമാശയാണ് തോന്നിയത്. കാരണം നമ്മൾ സാധാരണ ഈ ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരൻ കാണിക്കുന്ന ഒരു വിദ്യയുണ്ട്. പോക്കറ്റടിക്കാരൻ സാധാരണ ഉത്സവപ്പറമ്പിൽ പിടിക്കപ്പെടുന്നത് കണ്ടാൽ ചെയ്യുക, മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചത് അയാൾ പോക്കറ്റടിച്ച് ഓടുന്നതെന്ന് പറയും. ആളുകൾ അവർക്ക് പിന്നിൽ ഓടും എന്ന പോലെയാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇപ്പൊ പ്രശ്നക്കാരൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ പല മതേതരവാദികളാണ് എന്ന് പറഞ്ഞു തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് പഴയ കുറെ ചരിത്രങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാം, വളരെ ആദരണീയനായ വളരെ സീനിയറായ കോമറേഡിനോട് എനിക്ക് പറയാനുള്ളത്, പുതിയ കാലമാണ്, ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. നിങ്ങളിങ്ങനെ കനകോലും അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഡീലുണ്ടാക്കുന്നു എന്ന് ഹൈപ്പോത്തറ്റിക്കലി കുറെ കഥകൾ ഉണ്ടാക്കിയാൽ, കുറെ ഊതി വീർപ്പിച്ചാൽ അത് അതുപോലെ വിഴുങ്ങുന്നവരല്ല മലയാളികൾ എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളോട് നല്ല നമസ്കാരം പറയാ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. ഇനി അജിംസ്, 2 കാര്യം. 2022 ഡിസംബർ മാസം 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ലേയില്ല.
അതിന്റെ പിറകിൽ ഷംസീർ ഉൾപ്പെടെ പല ആളുകളും പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇടതുപക്ഷത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം 2022 ഡിസംബർ മാസം 11-ാം തീയതി എറണാകുളത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, അവരെ അകറ്റി നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി എന്റെ ചോദ്യം, 2022 ഡിസംബർ മാസം 10-ന് CPMന്റെ പാർട്ടി സെക്രട്ടറിയും 11-ന് CPIയുടെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ എടുക്ക്. അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോ ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടായി വരാനുള്ള ഒരു കാരണം എന്താ ഉണ്ടായത്? എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? ബാലൻ എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് മാറാട് ഓർമ്മപ്പെടുത്താൻ കേരളത്തിൽ എന്താണ് പ്രത്യേകമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്? പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ജാഥയുടെ സമാപനത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം പറഞ്ഞിട്ടുള്ള ജാഥയുടെ സമാപനത്തിൽ മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്താൻ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? സജി ചെറിയാൻ ഈ നെയിം സെൻട്രിക് ആയിട്ടുള്ള തിയറിയൊക്കെ കൊണ്ടുവരാൻ എന്താ കേരളത്തിൽ സംഭവിച്ചത്? അതിനിടയിൽ സംഭവിച്ച ഒന്നേ ഉള്ളൂ. 2025-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഇടതുപക്ഷത്തിനുണ്ടായി. അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടായതായിട്ട് അജിം നമ്മൾ കാണുന്നുണ്ടോ? UDF ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടി, LDF ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായി. ഇനി ഇവിടെ സാധാരണ BJP ചെയ്യാറുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് ഉണ്ടാക്കണം. അതിന് ചില സമുദായ നേതാക്കന്മാരെ കൊണ്ട് ഇവർ ആസൂത്രിതമായി അതിനനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ഒരു പഠനം പുറത്തു വന്നല്ലോ, കേരളീയ മാസിക എന്ന് പറയുന്ന ഒരു മാസിക ഒരു സമുദായ നേതാവിന്റെ 2 മാസത്തിനിടയിലുള്ള 62 വർഗീയ പ്രസംഗങ്ങൾ അവർ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു. ഒന്നിൽ പോലും കേസെടുത്തിട്ടില്ല. അപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പക്ഷേ അതും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോ CPM നേതാക്കന്മാർ നേരിട്ടിറങ്ങിക്കൊണ്ട് ഈ ധ്രുവീകരണ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 2 കാര്യം പറയാം ശ്രീ അജിംസ്. ഒന്ന്, ഈ ശബ്ദം നമുക്ക് പരിചയമുണ്ട്. ഇവരുടെ ഈ സംസാരത്തിന്റെ ഭാഷയും ഈ സംസാരത്തിലെ പദപ്രയോഗങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല. നമുക്കിത് കേട്ട് ശീലമുണ്ട്. പക്ഷെ നമ്മളത് കേട്ടത് BJP നേതാക്കന്മാരിലായിരുന്നു, RSS നേതാക്കന്മാരിലായിരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള വർഗീയവും വംശീയവുമായ അവരുടെ പ്രവർത്തനങ്ങളുടെ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാലയായിട്ടുള്ള ആ ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് വരുന്ന സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുമിച്ച് ഗുജറാത്തിൽ ഒരു റാലി നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ മണിക്കൂറുകളിൽ. എന്നിട്ട് ആ സമയത്ത് അമിത്ഷാ നടത്തിയൊരു പ്രസംഗമുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്താ അമിത്ഷാ നടത്തിയ പ്രസംഗം? നിങ്ങൾക്ക് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകണോ, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആവാതിരിക്കണോ, അതിന് BJPക്ക് വോട്ട് ചെയ്യുക. ഈ നെയിം സെൻട്രിക് ആയിട്ടുള്ള പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഈ ഭാഷ നമുക്ക് പരിചയമുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതിന് പിന്നെ താല്പര്യം എന്താണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പായിട്ടൊരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയാണ് മത്സരിച്ചത്. അപ്പോ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ ഉപയോഗിക്കണം എന്ന് ഇവർക്ക് ശാഠ്യം? എന്താണ് SNDPയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BDJS മത്സരിക്കുമ്പോൾ SNDP എന്നവർ വിളിക്കുന്നില്ലല്ലോ, അതിനെ BDJS എന്ന് തന്നെ വിളിക്കാനുള്ള ആഗ്രഹിക്കുക. BDJS എന്ന് പോലും പറയുന്നില്ല, NDA എന്നാണ് CPM നേതാക്കന്മാർ പറയാ. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആ പേര് തന്നെ ഉപയോഗിക്കണം എന്ന താല്പര്യം എന്താണ്? അത് അഹമ്മദ് പട്ടേൽ എന്ന പേരിനെ എങ്ങനെയാണോ സംഘപരിവാർ സംഘടനകൾ അവസാന ഘട്ടങ്ങളിൽ ഗുജറാത്തിൽ ഉപയോഗിച്ചത്, അതേ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഒരു പുതിയ രൂപത്തെ CPM കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. നോക്കൂ, മലപ്പുറവും കാസർഗോഡും എന്ന് പറഞ്ഞ സജി ചെറിയാൻ എന്തുകൊണ്ടാണ് പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും പറയാതെ പോകുന്നത്? അത് പറയാതെ പോകുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾ പറയുന്ന പേരിന്റെ രാഷ്ട്രീയം അത് മലപ്പുറവും കാസർഗോഡും പറഞ്ഞാലാണ് ധ്രുവീകരണം ഉണ്ടാവുക എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അജിംസ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാം. നമുക്കറിയാം, സ്വാഭാവികമായി ജനാധിപത്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ജനാധിപത്യത്തിന്റെ ആധുനിക ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന റൂസോ തന്നെ പറയുന്നുണ്ട്, ജനാധിപത്യം പൂർണ്ണ വിജയകരമായ ഒരു പദ്ധതിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ സ്വഭാവം എന്താണ്? അത് പ്രാതിനിധ്യ സ്വഭാവമാണ്. അവിടെ ഡെമോക്രാറ്റിക്കലായ സ്ട്രക്ചറും പോപ്പുലേഷൻ സ്ട്രക്ചറും ഒക്കെ ജനാധിപത്യത്തിനെ പോസിറ്റീവായി ബാധിച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവായിട്ട് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ മലപ്പുറത്ത് സ്വാഭാവികമായി ജയിച്ചു വരുന്ന ആളുകളിൽ മലപ്പുറത്തെ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചർ അനുസരിച്ചാണ് അവിടുത്തെ ആളുകൾ വിജയിച്ചു വരിക. ഇത് ഞങ്ങൾ മാത്രമല്ല, 33-ൽ 27 മുസ്ലിം സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു. അതാണ് സജി ചെറിയാൻ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ചത്. ഞാൻ ചോദിക്കട്ടെ, തോറ്റ 33 പേരുണ്ടല്ലോ ശ്രീ അജിംസ്, തോറ്റ 33-ൽ എത്ര പേർ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ഉണ്ട്? നിങ്ങൾ പരിശോധിക്ക്. CPMന്റെ ഇടതുപക്ഷത്തിന്റെ തോറ്റ 33 പേരിൽ 23 പേര് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ എന്ത് വ്യത്യാസം എവിടെ ഉണ്ടായത്? എന്ത് പ്രശ്നം എവിടെ ഉണ്ടായത്? പറയുന്ന കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിലെ നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച 16 പേരിൽ 13 പേര് മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അപ്പൊ എന്താ അവിടെ ഒന്നൊരു പ്രശ്നമില്ലേ? അപ്പൊ ഇവർ തോറ്റതും മറ്റൊരു വിഭാഗം ജയിച്ചതുമാണ് പ്രശ്നം.
ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇങ്ങനെയല്ല കേരളത്തിലെ രാഷ്ട്രീയത്തെ പൊതുവായി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, മലപ്പുറത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളാണ്. ബിജെപിക്കും ലീഗിനും ജനപ്രതിനിധികൾ ഉണ്ടാവുന്നു. ബിജെപിയും ലീഗും ഒന്നാണ്. അവർ വർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇതാണ് പിന്നീട് വിശദീകരിച്ചത്. അതിന് ഉദാഹരണമായി ഇപ്പോൾ തന്നെ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഷാജിയുടെ പ്രസംഗം, അബ്ദുറഹ്മാൻ കല്ലയുടെ പ്രസംഗം, SAR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന് പ്രസംഗിക്കുക, പിണറായിയിലെ പള്ളി പൊളിച്ചത് പിണറായി വിജയന്റെ അനിയനാണെന്ന് പറയുക, പിണറായി ആണ് തലശ്ശേരി കലാപത്തിന്റെ സൂത്രധാരൻ എന്ന് പറയുക. ഇതിനൊക്കെ എന്ത് വസ്തുതാപരമായ പിൻബലമാണുള്ളത് പി കെ നവാസ്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വാചകം അങ്ങേയറ്റം അപകടകരമാണ്. നമ്മൾ അത് മാത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേട്ട ആളാണ് ഞാൻ. അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ആ പോയിന്റിലേക്ക് എത്തുന്ന ഒരു ഘട്ടവും അതിന് മുമ്പും ശേഷമുണ്ട്. നിങ്ങൾ പോയി കാണും. ഈ കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്നെ ഓർമ്മിച്ചിട്ടാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നില്ല, വളരെ വിശദമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലോ. എന്താ കെ ടി കുഞ്ഞിക്കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത് പറയാതിരിക്കും. കാരണം അതിന്റെ അപ്പുറം ഇപ്പുറം ആളുകൾ കേൾക്കാതിരിക്കണം, ഈ വാചകം മാത്രം കേൾക്കണം. അപ്പോഴേ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഈ പറയുന്ന തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന് പങ്കുണ്ട്, അത് KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാദമാണ്. അതെങ്ങനെ വർഗീയമാവുക? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റിന് തയ്യാറാവൂ. ഞങ്ങൾ തയ്യാറാണല്ലോ. അത് വർഗീയമായ ചെറിയ നിസ്സാരമായ ആക്ഷേപമല്ല, നിങ്ങളൊരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമല്ല അത് പി കെ നവാസ്. ഒരു വർഗീയ കലാപത്തിൽ ഒരു സെക്യുലർ പാർട്ടിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സൂത്രധാരൻ എന്ന അർത്ഥത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നത് വർഗീയമായ പ്രസ്താവന തന്നെയാണ്. തലശ്ശേരി കലാപവുമായി അല്ല അജിം സാർ, അങ്ങനെയല്ല. അവിടെ പഠിക്കുക തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പഠനം നടത്തുമ്പോൾ KM ഷാജിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട്. അതെങ്ങനെ വർഗീയമാവുക? നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി വിയോജിക്കുള്ളൂ. റിപ്പോർട്ടാണ് പതിറ്റാണ്ടുകൾ മുമ്പ് നടന്ന കലാപത്തിന് നമുക്ക് മുമ്പിലുള്ള ഒരു രേഖ. ആ വിധത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എവിടെയും പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം നടത്തിയെന്ന് പറയുന്നില്ല. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള ആളുകളെ കലാപത്തിൽ പങ്കെടുത്തതും പ്രതികളാക്കിയതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ആസൂത്രണം എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലുമില്ല. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, അതാണ് അജിംസ് ഞാൻ പറഞ്ഞത്. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഞാനായാലും കെ ടി കുഞ്ഞിക്കണ്ണനായാലും സജി ചെറിയാനായാലും KM ഷാജി ആയാലും അവർക്ക് അതിന്റെ പിൻബലം ഉണ്ടാവും. അത് ഡിബേറ്റ് നടക്കട്ടെ, അദ്ദേഹവുമായി സംവാദത്തിന് തയ്യാറാവും, അദ്ദേഹം അത് പറയട്ടെ. KM ഷാജി വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് എന്ത് ഡാറ്റാ ബേസാണ് അദ്ദേഹം പറഞ്ഞത്, അതിന് അവസരം അദ്ദേഹത്തിന് കൊടുക്കണം. അത് ഡിബേറ്റ് മറുപടിയാണ് കേരളത്തിൽ തീ പടർത്താനുള്ള ശ്രമമാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. അതേ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു പിണറായി അതിനു മുമ്പ് നടന്ന, അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കലാപത്തിൽ പിണറായി വിജയന് പങ്കുണ്ട് എന്ന് ആരോപിക്കുക. ഇത് നിങ്ങൾ രണ്ടും ചെയ്യുന്ന ഒരേ കാര്യമല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഒരാളൊരു വാദം ഉന്നയിക്കുമ്പോൾ അതിന് സ്വാഭാവികമായി പിൻബലം ഉണ്ടാകണം. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെയാണ് KM ഷാജി അങ്ങനെ വാദം ഉന്നയിച്ചത്. ഡിബേറ്റിന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യം എന്താ? ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്, CPM-ന്റെ ആര് വന്നാലും ഞാൻ ഡിബേറ്റിന് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ ഡിബേറ്റിന് തയ്യാറാകണം, ആ ചർച്ച നടക്കണം, കേരളത്തിൽ ആ ചർച്ചയുടെ വസ്തു പുറത്തു വരട്ടെ. അതുപോലെയാണോ AK ബാലൻ പറഞ്ഞത്? AK ബാലൻ ഇത് പറയുമ്പോൾ എന്ത് കോസിന്റെ അടിസ്ഥാനത്തിൽ AK ബാലൻ ഈ ചർച്ച ആരംഭിച്ചത്? ഇപ്പോ ഈ പറയുന്ന പഴയകാല കലാപങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുത്തു വന്നത് ഏത് ഘട്ടത്തിലാണ്? തലശ്ശേരി കലാപം ഉൾപ്പെടെ KM ഷാജിക്ക് പോലും പറയേണ്ടി വന്ന ഏത് ഘട്ടത്തിലാണ്? കേരളത്തിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നപ്പോഴാണ്. ആ ചർച്ച ഉയർന്നു വരാൻ എന്ത് കോസാണ് കേരളത്തിൽ ഉണ്ടായത്? ആ കോസിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയം അത് മലീമസമാകണം, അത് വർഗീയമാകണം. അങ്ങനെ വർഗീയമായ ഒരു ചർച്ച ഉണ്ടായാലേ ഞങ്ങൾക്ക് പൊളിറ്റിക്കലായി എന്തെങ്കിലും ഒരു ഗുണം കിട്ടൂ എന്ന ചിന്തയിലാണ് ഇവർ ഈ പറയുന്ന അജണ്ടകളെ കൊണ്ടുവരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. സജി ചെറിയാന്റെ വാദത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നം മാത്രമല്ല ജിംസ്, ഭരണഘടനാപരമായ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രയോഗം രാജ്യത്തിന്റെ, നമ്മളെല്ലാവരും ആദരവോട് കൂടി കാണുന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(1)-നെതിരാണ്, ആർട്ടിക്കിൾ 325-നെതിരാണ്, ആർട്ടിക്കിൾ 326-നെതിരാണ്. ഇതിന്റെ വയലേഷൻ, നഗ്നമായ വയലേഷനാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. കാരണം ഒരു കൂട്ടം ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ചെയ്യുന്നത് ആ സ്ഥാനാർത്ഥികളുടെ മതം നോക്കിയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നു. അത് പറയുന്നത് ഈ പറയുന്ന ഭരണഘടനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ 3 വകുപ്പുകളുടെയും വയലേഷനാണ്. അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ആളാണ് സജി ചെറിയാനെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുകയാണ്. കുന്തവും കുടച്ചക്രവുമാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞ ആളിൽ ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇവിടെ ഇതുവരെ നമ്മൾ കേട്ടുപോന്ന വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി AK ബാലൻ വഴി സജി ചെറിയാൻ വരെ എത്തി നിൽക്കുന്ന ഈ ഒരു തരം റെട്ടറിക്, ഈ റെട്ടറിക്കിന്റെ ആദ്യത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊരു സമുദായത്തിനെതിരെയാണെന്നാണ്.
CPM നേതാക്കൾ അതിനെ പക്ഷേ അത് ലീഗിനെതിരായിട്ടുള്ള വിമർശനമാക്കുകയാണ് ചെയ്യുന്നത്. ലീഗിനെതിരെ വിമർശനം ഉന്നയിക്കാൻ പാകത്തിലുള്ള ഉദാഹരണങ്ങൾ അല്പം മുമ്പ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. എന്താണ് ലീഗ് പ്രചരിപ്പിക്കുന്നത്? KM ഷാജിയുടേത് മുതൽ അബ്ദുറഹ്മാൻ കല്ലായുടേത് മുതലുള്ള ചില പരാമർശങ്ങൾ, ലീഗ് തന്നെ രാഷ്ട്രീയമായി നടത്തുന്ന ചില പ്രചാരണങ്ങൾ, ഇതൊക്കെ ഉദാഹരണങ്ങളായി കാട്ടുന്നു. അങ്ങനെ BJPക്ക് തുല്യമായ വർഗീയ കാർഡ് ഇറക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗിനെ മുദ്ര കുത്തുകയാണ് CPM ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായ വ്യാഖ്യാനമാണോ, അതല്ല ലീഗ് ആരോപിക്കുന്നത് പോലെ CPMന്റെ ഒരു വർഗീയ പ്രചാരണമാണോ? ഇതിൽ ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നാണ്. നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സജി ചെറിയാൻ പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന എങ്ങനെയാണ്? നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷമുണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവരെ ജയിക്കുകയുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്ത ഒരിടത്തും ജയിക്കില്ല. അങ്ങനെ കേരളം പോകണോ? ഇത് പല സ്റ്റേറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. നോക്കൂ, ഈ പറയുന്ന ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എഴുതിയെടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഇതിൽ എവിടെയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം പറയുന്നതിന്റെ സാരാംശം, രത്ന ചുരുക്കം, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അഥവാ അവിടെ കോൺഗ്രസിനോ CPMനോ ഒന്നും സീറ്റ് ലഭിക്കുന്നില്ല എന്ന് നമുക്കതിനെ വായിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കടന്നു പറയേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്രിസ്ത്യൻ കേന്ദ്രം, മുസ്ലിം കേന്ദ്രം, ഹിന്ദു ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേരളത്തിന്റെ നിയോജക മണ്ഡലങ്ങളെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന്റെ പ്രദേശങ്ങളെ എങ്ങനെ വേർതിരിക്കേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. അങ്ങനെ വേർതിരിക്കുന്നു എന്നിടത്ത് നിന്നാണ് അതിലെ ഒന്നാമത്തെ പ്രശ്നം ആരംഭിക്കുന്നത്. ഇനി നമ്മൾ അങ്ങനെ തന്നെ പരിശോധിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് ദുഃഖകരമാണ്. മുസ്ലിം കേന്ദ്രങ്ങൾ, ഹിന്ദു കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയേണ്ടി വരുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ട് അതിലേക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ അങ്ങനെ പരിശോധിച്ചു പോവുകയാണെങ്കിൽ നോക്കൂ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുടെ പേരെന്താണ്? അദ്ദേഹം സാബു എബ്രഹാം ആണ്. അദ്ദേഹം മതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജനിച്ച മതം കൊണ്ട് അദ്ദേഹം ക്രൈസ്തവനാണ്. കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യയിൽ 2011 കാനേഷുമാരി പ്രകാരം ജനസംഖ്യയിൽ 7% താഴെയാണ് ക്രൈസ്തവ സമൂഹമുള്ളത്. ആ ക്രൈസ്തവ സമൂഹം 7% താഴെയായിരിക്കുന്ന ഒരു ജില്ലയിൽ അവിടെ സാബു എബ്രഹാം ആണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു വന്നത് കുറ്റിക്കോൽ വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നത്. കുറ്റിക്കോൽ വാർഡിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കൂ. അവിടെ മുസ്ലിം ബെൽറ്റുകളുണ്ട്, ഹൈന്ദവ ബെൽറ്റുകളുണ്ട്. ക്രൈസ്തവർ വളരെ ചുരുക്കമുള്ള പ്രദേശമാണ്. ആ ക്രൈസ്തവർ വളരെ ചുരുക്കമുള്ള കുറ്റിക്കോൽ എന്ന് പറയുന്ന വാർഡിൽ നിന്ന് ഈ പറയുന്ന തരത്തിൽ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഒക്കെ മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ആ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി CPM ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇനി അവിടുത്തെ വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ പരിശോധിച്ച് നോക്കൂ. KK സോയ എന്ന് പറയുന്ന അവിടെ CPIയെ പ്രതിനിധീകരിക്കുന്ന CPIയുടെ പ്രതിനിധിയാണ് അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അവര് പെരിയ വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അവിടെയുമുള്ള ജനസംഖ്യാനുപാതികമായി വിവിധ മതങ്ങൾക്കുള്ള പ്രാധാന്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുക? ഞാൻ സമയപരിമിതിയുണ്ട്, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു പോവുകയാണ്. ഈ പറയുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കടക്കം വിജയിച്ചു വന്ന മുസ്ലിം സ്ഥാനാർത്ഥികളുടെ, മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് ജയിച്ച മുസ്ലിം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ നോക്കി. ഇനി അവർക്കെതിരെ മത്സരിച്ച CPIMനും LDFനും വേണ്ടി മത്സരിച്ച ആളുകളുടെയും ലിസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പുറത്ത് തോറ്റതും മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെയാണ് തോൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ സാബു എബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ വാർഡിൽ മത്സരിച്ച ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ട്. മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കല്ല, AAPയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിട്ടുണ്ട്, മുസ്തഫ M എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ട് 633 വോട്ടുകളാണ്. നല്ല മുസ്ലിം പോക്കറ്റുകളുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ മത്സരിച്ചിട്ട് അവിടെ മുസ്ലിമാണ് എന്നതിന്റെ പേരിലാണ് വോട്ട് കിട്ടുന്നത് എങ്കിൽ അവിടെ മുസ്തഫ M എന്ന് പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥിക്ക് അത്ര വോട്ട് കിട്ടിയാൽ മതിയോ?
ഇങ്ങനെ നിങ്ങൾ കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ റിസൾട്ടിനെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെയൊന്നും മതാടിസ്ഥാനത്തിലല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ മതാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ സാബു എബ്രഹാമിന് ജയിക്കാൻ കഴിയുമോ? കെ സോയ്ക്ക് ജയിക്കാൻ കഴിയുമോ? നോക്കൂ, CPM-ന് ലഭിക്കുന്ന വോട്ടുകൾ മാത്രമാണ് മതേതരമെന്നും മറ്റുള്ളതെല്ലാം മതവോട്ടുകളാണ് എന്നും പറയുന്നിടത്ത് എത്രമേൽ വലിയ അബദ്ധവും എത്ര വലിയ അസംബന്ധവുമാണത്. ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളാണോ? ഹിന്ദു മേഖലകളിൽ, ഹിന്ദു ബെൽറ്റുകളിൽ വിജയിച്ചു കയറിയ എത്രയോ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്, ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരാജയപ്പെടുത്തിയത് ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ഈ ഹൈന്ദവ വോട്ടർമാർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ കാസർഗോഡ് ജില്ലയെ സവിശേഷമായി പരിശോധിച്ചു നോക്കൂ. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? അവിടെ T. ഗോവിന്ദൻ എന്ന് പറയുന്ന CPIM-ന്റെ പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആരെയാണ് തോൽപ്പിക്കുന്നത്? ഖാദർ മാങ്ങാടിനെയാണ് തോൽപ്പിക്കുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ P. കരുണാകരൻ വിജയിക്കുന്നുണ്ട്, T. സിദ്ദീഖിനെ പരാജയപ്പെടുത്തുന്നുണ്ട്, NM മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ പരാജയപ്പെടുത്തി കരുണാകരൻ സഖാവ് ജയിച്ചു വരികയാണ്. ഞാൻ ഈ പറയുന്നത് കരുണാകരൻ സഖാവിനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, ഇപ്പുറത്ത് T. സിദ്ദീഖിനെ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മതപരമായ ചില പരാമർശങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇനി മലപ്പുറത്തെ കാര്യം പറഞ്ഞു, മറ്റ് പലയിടങ്ങളിലെയും കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയുന്നിടത്ത് ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ നേരത്തെ നവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ പരാജയപ്പെട്ടത് ആരാണ് എന്നതുകൂടി നോക്കേണ്ടേ? കേരളത്തിലെ മുസ്ലിങ്ങളല്ല, മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളല്ല, മുസ്ലിം ലീഗിന് വേണ്ടി പണിയെടുക്കുന്നവരോ വോട്ട് ചെയ്യുന്നവരോ അല്ല. അവർ പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ സമുദായവും ആ തരത്തിൽ BJP ഒരു രാഷ്ട്രീയ അഭയമായി കാണുന്ന സമുദായമല്ല. അവർ CPIM-ന് വോട്ട് ചെയ്യുന്നുണ്ട്, UDF-ന് വോട്ട് ചെയ്യുന്നുണ്ട്, UDF-ലെ തന്നെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ മതാധിഷ്ഠിതമായി വിഭജിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ലീഗ് ചെയ്യുകയല്ലേ എന്നാണ് KT കുഞ്ഞിക്കണ്ണന്റെ ചോദ്യം. KM ഷാജിയുടെ പ്രസ്താവന, അബ്ദുറഹ്മാൻ കല്ലായുടെ പ്രസംഗം, ലീഗിന്റെ തന്നെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ, ഇത് തെളിവായിട്ട് അദ്ദേഹം പറയുന്നു. യെസ്. മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുക എന്നത്, ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാനിരിക്കുന്ന ഒരാളല്ല. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള അത്തരം പ്രസ്താവനകൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കണമെന്നും തോന്നുന്നില്ല. അതേ സമയത്ത് നമ്മൾ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് ഇപ്പുറത്ത് മുസ്ലിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ ആ പ്രസ്താവനക്കാണ് എന്ന് പറയുന്നിടത്ത് വലിയ അബദ്ധമുണ്ട്. മുസ്ലിം ലീഗിന്റെ ആ പ്രസ്താവനക്ക് വോട്ട് കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്ന ഷാജി തന്നെയും അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ലേ? ഈ തരത്തിലുള്ള പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് മുസ്ലിം ലീഗ് അപ്പുറത്ത് എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വർഗീയമായി പറയുന്നു, KT കുഞ്ഞിക്കണ്ണൻ സഖാവൊക്കെ പറയുന്നത് പോലെ വർഗീയമായി പറയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വർഗീയമായി പറയുന്നതിനെ പിന്തുണയ്ക്കുന്ന എത്ര മുസ്ലിം സമുദായ അംഗങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്, നാദാപുരം ഭാഗത്തു നിന്നുള്ള വരുന്ന ആളാണ്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഇത്തരം വർഗീയമായ ഒരു തരത്തിലുള്ള പ്രസ്താവനയെയും ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി ഒരു കാര്യവും കൂടി ഞാൻ ഇങ്ങനെ ചേർത്ത് പറയുകയാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടിനെയും തുല്യപ്പെടുത്തുന്നതിൽ തന്നെ വലിയ അപകടമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിദാനപ്പെടുത്തുന്നത് ആരാണ്? അത് RSS ആണ്, സംഘ് പരിവാറാണ്. സംഘ് പരിവാർ അധികാര രൂപം ആർജിച്ചു കഴിഞ്ഞ വർഗീയതയാണ്. ആ അധികാര രൂപം ആർജിച്ചു കഴിഞ്ഞ പലതരത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന, ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് നേതൃത്വം നൽകിയ, ഗാന്ധി വധത്തിൽ കുറ്റാരോപിതരായി തീർന്ന ആ പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയുടെ തലത്തൊട്ടപ്പന്മാരായി നിൽക്കുന്നത്. ആ ഭൂരിപക്ഷ വർഗീയതയെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുമായി സമീകരിക്കുന്നിടത്ത് തന്നെ വലിയ അപകടങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരം സമീകരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? നോക്കൂ, ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ ആരാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതാരായിരിക്കും? നിശ്ചയമായും BJP ആയിരിക്കും. ഈ പറയുന്ന ഏത് തരത്തിലുള്ള അതിഥികളെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ മുസ്ലിം ലീഗിനെതിരെ വർഗീയ ആരോപണം, അതായത് അവർ വർഗീയ കാർഡ് ഇറക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന ആരോപണം എന്നു മുതൽ തുടങ്ങിയെന്ന് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം
അബ്ദുറഹ്മാൻ കല്ലായുടെയും കെ എം ഷാജിയുടെയും ഈ പരാമർശങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ലീഗിന് CPM ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവർ വർഗീയ സ്വഭാവമുള്ള പാർട്ടിയല്ല, ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുതൽ പലരും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയാണ് വളരെ പെട്ടെന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്ന് CPMന് തോന്നാൻ കാരണം എന്താണ്? അല്ല, മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്, ഞാനത് ആവർത്തിച്ച് പറയുന്നു. ആ സമുദായ പാർട്ടി സെക്കുലർ നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ട പാർട്ടിയാണ്. പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷ സമുദായത്തെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിദാനം ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ കൃത്യമായ സെക്കുലർ നിലപാടുകൾ അത് ഉറച്ചു നിൽക്കണം. പക്ഷെ അതപ്പോൾ പലപ്പോഴും വർഗീയക്കാരുടെ ഇറക്കുന്നു. അത് ഇപ്പോഴല്ല, ചരിത്രപരമായി അത് അങ്ങനെ തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. 1950കളിൽ വിമോചന സമരത്തിൽ പങ്കെടുത്ത പാർട്ടിയാണത്. പക്ഷേ 60കളിൽ അത് തിരുത്തുന്നുണ്ട് അതിൻ്റെ നിലപാടുകൾ. പക്ഷെ പിന്നീട് 70കളിൽ വീണ്ടും എന്താണ്, അത് UDFിലേക്ക് പോകുന്നുണ്ട്. അപ്പം മതപരമായി സാമുദായികമായി ധ്രുവീകരണം ഉണ്ടാക്കുക. നിങ്ങളിവിടെ വലിയ രീതിയിൽ സജി ചെറിയാൻ്റെ പ്രസ്താവനയൊക്കെ പറയുമ്പോൾ 5 നേരം നിസ്കരിക്കുന്ന ആളെയാണ് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മുടേതുപോലുള്ള ഒരു പൗരസമൂഹത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പ്രസംഗിക്കുന്ന വീഡിയോ നമ്മളെല്ലാം കേട്ടതല്ലേ? അതിലപ്പുറത്ത് എന്താണ്, മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്ന ഈ മതരാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊന്നും പാടില്ല. മുസ്ലിം ലീഗിന്റെ PMS സലാം സാഹിബ് പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ? പെരുമാറ്റച്ചട്ട ലംഘനവും തെരഞ്ഞെടുപ്പ് കേസാക്കാവുന്നതുമല്ലേ? അല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ, അത് പോകുന്നുണ്ടല്ലോ. ഇപ്പം അതേപോലെ തന്നെ എന്താണ്, ചെറുവത്തൂരിൽ, ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു പെൺകുട്ടി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്, ഓടി വായ നാട്ടുകാരെ പള്ളിക്ക് നേരെ എറിയുന്നു എന്ന്. എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നോ? ആ പള്ളി കമ്മിറ്റിക്കാർ എത്ര ഉത്തരവാദിത്തത്തോടു കൂടി വീഡിയോയിൽ ആ പറയുന്ന സ്ത്രീക്കെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തു. പക്ഷേ കേരളത്തിൽ ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് ഒരു സമുദായ നേതാവ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു, 30 മണിക്കൂറായി. കേസ് പോട്ടെ, ഒരു അപലപനം പോലും ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? ആര് വർഗീയത പറഞ്ഞാലും CPM അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നം. വെള്ളാപ്പള്ളി പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ തോന്നുന്നു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. വെള്ളാപ്പള്ളി ഈ പരാമർശം നടത്തിയിട്ട് ഇപ്പോൾ ഇത്ര മണിക്കൂറായി. CPMന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാവിനെ തള്ളി പറഞ്ഞോ? കേസ് അത് കലാപാഹ്വാനം നടത്തേണ്ട കാര്യമല്ലേ? അത് കലാപാഹ്വാന കേസ് വരുന്ന കാര്യമല്ലേ? അത് അജീംസെ ഒരു കാര്യം അജീംസ് മനസ്സിലാക്കണം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പ്രസ്താവനകളെ ഏറ്റവും ശക്തമായി സംഘടിതമായി എതിർത്തിട്ടുള്ളത് CPM. ഇവിടെ നിലമ്പൂരിൽ വന്ന് വെള്ളാപ്പള്ളി നടേശൻ വളരെ വർഗീയമായി പ്രസംഗിച്ചു. അതിനെ പ്രതിരോധിക്കുന്നതിൽ ആരാ രംഗത്തുണ്ടായിരുന്നത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കിയതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും താല്പര്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്തൊന്നും വിമർശിച്ചില്ല. അത് കഴിഞ്ഞ് തൊട്ടുടനെ CPM നേതാക്കന്മാർ നിലമ്പൂർ ഇല്ല അല്ല, അജീംസ് മറ്റാരും സംസാരിക്കുമ്പോൾ ഇടപെടുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക, എന്നിട്ട് ഇടപെടും. ഞാനൊരു പോയിന്റ് പറഞ്ഞ് നിർത്തിക്കോട്ടെ. അതിനിടയിൽ അജീംസ് എന്താണ്, ഇത് ഹിയറിങ്ങിലല്ലോ, എനിക്ക് എൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം വേണ്ടേ? നിങ്ങൾ 3 പേരും ചേർന്ന് എന്നെ വിചാരണ ചെയ്താൽ എങ്ങനെയായിരിക്കും? അത്തരം ഒരു വിചാരണക്കല്ല ഞാനിവിടെ വന്നത്. അത്തരം ഒരു വിചാരണയ്ക്ക് ഇരയാവേണ്ട ഒരവസ്ഥയും CPMനെ പ്രതികരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കില്ല. അജീംസിൻ്റെ കാര്യങ്ങൾ അവതാരകൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ആര് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന പ്രസ്താവന ഇറക്കിയാലും അതിനോടൊരു യോജിപ്പുമില്ല CPMന്. അതിനെ ശക്തമായി അപലപിക്കുകയും ജനങ്ങൾക്കിടയിൽ അത്തരക്കാരെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന നയമാണ് CPMനുള്ളത്. പക്ഷേ ഇവിടെ KM ഷാജി, ഇവിടെ എന്താണ് ലീഗിൻ്റെ പ്രതിനിധി, ആ സുഹൃത്ത് എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു ഡിബേറ്റിന് വേണ്ടി. എന്താ ഡിബേറ്റ്? എന്ത് ഡിബേറ്റാണ്? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും തലശ്ശേരി കലാപത്തിൻ്റെ ആസൂത്രകൻ എന്ന രീതിയിൽ സൂചന നൽകുന്ന എന്തെങ്കിലും ഒരു പരാമർശമുണ്ടോ? ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് പറയാണ്, അദ്ദേഹം ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്, ഈ റിപ്പോർട്ടുമായിട്ട് പോകാൻ. അദ്ദേഹം കാണിച്ചു തരട്ടെ. ഏതെങ്കിലും ഒരു പേജിൽ ഇതിൻ്റെ 117 വരെയുള്ള ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും പിണറായി വിജയനാണ് ആ കലാപത്തിൻ്റെ ആസൂത്രകൻ എന്ന ഒരു പരാമർശമുണ്ടോ? പിണറായി വിജയൻ്റെ സഹോദരനാണ് പാറപ്പുറത്തെ പള്ളി പൊളിച്ചത് എന്ന ആരോപണം ഷാജി ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുമാരനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഷാജി അവലംബമായി പറഞ്ഞത്, ലീഗിൻ്റെ സുഹൃത്ത് നവാസ് ശ്രദ്ധിക്കണം, ഷാജി അവലംബമായി പറഞ്ഞത് എന്താണ്?
ജോസഫ് ഇതേ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്നാ? ആ റിപ്പോർട്ടിലുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ, നുണകൾ പറഞ്ഞ് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പിണറായി വിജയൻ 63 പള്ളികൾ തകർത്ത തലശ്ശേരി കലാപത്തിന്റെ ആസൂത്രകനാണെന്നാണ് പറഞ്ഞത്. നിസ്സാര കാര്യമല്ല അജിംസെ. ലീഗുകാർ ഇതൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് ചിന്തിക്കേണ്ട. സമൂഹത്തിൽ ക്ഷുദ്രത വളർത്തുന്ന CPM-ന്റെ പ്രമുഖനായ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരായിട്ട് അധിക്ഷേപകരമായ പ്രസ്താവന നടത്തി അങ്ങനെ ഞെളിഞ്ഞ് ഇതൊക്കെ ഡിബേറ്റിനാണ് എന്ന രീതിയിൽ അങ്ങ് മാറി നിൽക്കാമെന്ന് ചിന്തിക്കേണ്ട. ഈ കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ലീഗ് നേതാക്കന്മാർ ഉത്തരം പറയണം. ഞാൻ തയ്യാറാണ്, CPM തയ്യാറാണ്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകാം, ഷാദിഖലി തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകാം. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്, ഞാൻ പോകാം. ഈ റിപ്പോർട്ട് അദ്ദേഹം നോക്കി പറയട്ടെ, എവിടെയാണ് പിണറായി വിജയൻ്റെ പേരുള്ളത്? എവിടെയാണ് പിണറായി വിജയൻ്റെ സഹോദരൻ കുമാരൻ്റെ പേര് പള്ളി പൊളിച്ച, പാറപ്പുറത്ത് പള്ളി പൊളിച്ച കുമാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഷാജി ആരാണ്? ആ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അറബി മമ്മുണ്ട്. ആ അറബി മമ്മുവിനെ പോലെ ഇങ്ങനെയുള്ള കലാപങ്ങളുടെ അവസരത്തിൽ കുഴപ്പമുണ്ടാക്കി നാട്ടിൽ ശുദ്ധത വളർത്തുന്ന ഒരു വിഷജീവിയായിട്ട് സ്വന്തം പാർട്ടിയുടെ വക്താവ് മാറുകയാണ്. എന്നിട്ട് ആ വക്താവിനെ തള്ളി പറയുന്നുണ്ടോ നിങ്ങൾ? സജി ചെറിയാൻ എന്ന് പറഞ്ഞപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിനേക്കാൾ ഭീകരമായ കുറ്റമാണ്, അങ്ങേയറ്റം കുറ്റകരമായ, സാമൂഹ്യമായ അങ്ങേയറ്റം അപരാധമുള്ള ഒരു പ്രസ്താവനയാണ് മിസ്റ്റർ ഷാജി നടത്തിയിരിക്കുന്നത്. ഇതിന് മറുപടി പറയണം ലീഗിൻ്റെ നേതാക്കന്മാർ. ഇതിന് മറുപടി പറയാതെ നിങ്ങൾ CPM ഹിന്ദുത്വത്തിൻ്റെ നിലപാടാണ് വെള്ളാപ്പള്ളിയെ ഇതാക്കിയോ എന്നൊക്കെ, വെള്ളാപ്പള്ളി പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്ന് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, മതനിരപേക്ഷ നിലപാടിന് വ്യത്യസ്തമായിട്ട് മതസമുദായങ്ങളെ ഏതെങ്കിലും രീതിയിൽ അപലപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ആ രീതിയിൽ വിദ്വേഷമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയോട് CPM-ന് യോജിപ്പില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPM ഇക്കാര്യത്തിൽ പ്രതിബദ്ധമായ ഒരു പാർട്ടിയാണ്. സമൂഹത്തിൽ വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയത്തോടും CPM ഒരു കാലത്തും യോജിച്ചു പോകില്ല. ശരി, ശ്രീ PK നവാസ്, വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നിലപാട് അതിനെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ KM ഷാജി പറഞ്ഞ ഈ തലശ്ശേരി കലാപത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അതിന് ഉത്തരവാദികളാണ്, അതിന് ഉത്തരം പറയണം. അത് ഡിബേറ്റിനാണ് നിങ്ങൾ തയ്യാറാവുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ വിശദാംശം പറയണം. ഇവിടെ തന്നെ KT കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നു, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എവിടെയാണ് ആ പരാമർശം? അല്ല, തീർച്ചയായും ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു, ഷാജി വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായത്തിന് അദ്ദേഹം ഡിബേറ്റിന് ക്ഷണിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ബഹുമാനപ്പെട്ട KT കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ഡിബേറ്റിന് തയ്യാറെങ്കിൽ അത് നടക്കട്ടെ, അത് കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ. ഞാൻ വേറെ കാര്യം കൂടി സൂചിപ്പിക്കണം അതിന്റെ കൂടെ. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ സംസ്ഥാനത്തിന്റെ ഭംഗ്യന്തരേണ പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. നിലമ്പൂരിൽ വന്നുകൊണ്ട് ഒരു സമുദായ നേതാവ് പ്രസംഗിച്ചതിനെതിരെ ഞങ്ങൾ ശക്തമായി എതിർത്തു, ഞങ്ങൾ ശക്തമായി നടപടിയെടുത്തു, ഞങ്ങൾ ഇതിന്റെ കൂടെ ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം എന്താ പറയുന്നതെന്ന്. നിങ്ങളെന്താ കരുതിയത് കേരളത്തിലെ ജനങ്ങൾ ഇത്ര വലിയ വെഡ്ഡികളാണ് എന്നാണോ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്? നിലമ്പൂരിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് എന്ത് നടപടിയാ CPM എടുത്തത്? എന്ത് നടപടിയാ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്തത്? എന്ത് നടപടിയാ ഇവിടുത്തെ ഗവൺമെന്റ് എടുത്തത്? ഏറ്റവും വലിയ വർഗീയ പ്രസംഗം നിരന്തരമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ 63 തവണ ഒരു സമുദായത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് നേരിട്ട്, രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായി സമുദായത്തിന്റെ തന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് 63 തവണ പ്രയോഗങ്ങൾ നടത്തിയെന്ന് പഠന റിപ്പോർട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ്, ഓരോ സ്റ്റേറ്റ്മെന്റ് ലഭ്യമാണ്. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്നിനെ തള്ളി പറഞ്ഞതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹം പറയാണ് നിലമ്പൂർ സ്റ്റേറ്റ്മെന്റ് നെഞ്ചു വിരിച്ച് ഞങ്ങളാണ് എതിർത്തത്. എവിടെ നെഞ്ചു വിരിച്ച് നിങ്ങൾ എതിർത്തത്? എവിടെയാണ് നെഞ്ചു വിരിച്ച് നിങ്ങൾ എതിർത്തത്? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായോ? എന്താ ഈ മലപ്പുറം കേരളത്തിലെ 14 ജില്ലകളുടെ ജില്ലയല്ലേ? മലപ്പുറം എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ കൂടി മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി? അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ മലപ്പുറം ജില്ലയുള്ളത്? ഞാൻ ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഒരു ജില്ല മാത്രം ഇങ്ങനെ പ്രതിസന്ധിയുള്ള ജില്ലയായി, ഒരു സമുദായം മാത്രം അക്രമം കാണിക്കുന്ന ജില്ലയായി, മറ്റൊരു സമുദായം വീർപ്പ് മുട്ടുന്ന ജില്ലയാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? അത് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? മലയാളിക്കുമ്പിലേക്ക് അത്തരം വർഗീയമായ ഒരു പ്രസംഗം നടന്ന് അത് ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ട് ഞാനും നിങ്ങളും സംസാരിക്കുന്ന ഈ ചർച്ചയുടെ ഈ നിമിഷം വരെ ആ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ എന്തുകൊണ്ടും ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള കേരളത്തിലെ CPM-ന്റെ നിങ്ങൾ പറഞ്ഞ തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ തയ്യാറാവാതിരിക്കുന്ന താല്പര്യം എന്താണ്? ആ താല്പര്യമാണ് കേരളത്തിൽ പോളറൈസേഷൻ ഉണ്ടാകണം, അതിൽ നിന്ന് ഏതെങ്കിലും ലാഭം ഉണ്ടാക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതാണ്. അത് അവിടെ മാത്രം അവസാനിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സജി ചെറിയാൻ വെറുതെ വഴിയെ പോകുന്ന സമയത്ത് വെറുതെ തമാശക്ക് പറഞ്ഞൊരു കമന്റ് ആയിട്ടാണ് ഇപ്പോ കുഞ്ഞിക്കണ്ണൻ ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ അത്. നിങ്ങളുടെ നേതാക്കന്മാർ നിരന്തരമായി പറയുന്ന മലപ്പുറം ജില്ല
എന്ന് പറയുന്നത് അത് ഒരു വർഗീയ ഇവിടുത്തെ വർഗീയതയുടെ ഒരു ക്യാപിറ്റലാണ് എന്ന രൂപത്തിലേക്ക് ഇവിടെ ഭൂരിപക്ഷം ഒരു സമുദായം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് വിജയരാഘവൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവ് പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? നിങ്ങളുടെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? ഒരു തിരുത്തലുണ്ടായോ? ഒരു തിരുത്തൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല. ഒരു കാര്യം വളരെ ഉറപ്പാണ് അജിംസ്, ഒരു സമുദായത്തെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തെ നിരന്തരമായി ആക്രമിക്കുകയും എന്നിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി ഞങ്ങൾ ലീഗിനെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ശ്രീ കെ ടി കുഞ്ഞിന് വളരെ വിനയത്തോടു കൂടി അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലീഗിനെ വിമർശിച്ചോ? നേരത്തെ പറഞ്ഞ ഷാജിയെ നിങ്ങൾ ഡിബേറ്റ് ചെയ്തോ? അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്തോ? ഞങ്ങളൊക്കെ വിമർശിച്ചോ? പക്ഷെ അതിന് പേരിൽ ഒരു സമുദായത്തെ വേട്ട, ഈ സമുദായം എന്ത് തെറ്റാ CPM-നോട് ചെയ്തത്? എന്ത് അക്രമം ഈ സമുദായം നിങ്ങളോട് ചെയ്തത്? നാളിതുവരെയുള്ള കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനിടയിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ അല്ലാതെ ഈ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ, കേരളത്തിലെ വിവിധ മുസ്ലിം സമുദായ സംഘടനകളുണ്ട്, ഏതെങ്കിലും ഒരു സമുദായ സംഘടന അതിനല്ലാതെ മറ്റേത് ശ്രമിച്ചതായിട്ട് ഉദാഹരണം പോലും പറയാൻ നമുക്ക് മുമ്പിലില്ല. ഇനി മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള തീവ്രവാദ സംഘടനകൾ, ആ സംഘടനകളെ ഒരു പടിക്ക് അകലെ നിർത്താനാണ് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും തയ്യാറായത്. ഈ സമുദായത്തെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ സ്വാഭാവികമായി ഈ സമുദായം ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ നിരാകരിക്കപ്പെടുമ്പോ ഈ സമുദായം നിങ്ങളെ തള്ളിക്കളയും. നിങ്ങൾക്കറിയാലോ, സംവരണ സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. അവിടെ സാമ്പത്തിക സംവരണം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ 2 വർഷം കേസ് നടക്കുന്നതിന് മുമ്പ് തന്നെ അത് നടപ്പിലാക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റേറ്റായി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം മാറുമ്പോൾ ആ സമുദായത്തിന് പ്രയാസം ഉണ്ടാവും. അവിടെ അവകാശം മുകളിലാണ് നിങ്ങൾ കൈവെക്കുന്ന ബോധ്യം ഉണ്ടാവും. UAP എന്ന് പറയുന്ന നിയമത്തെ വ്യക്തികളിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ജയിലറയിൽ ഏറ്റവും കൂടുതൽ ഈ നിയമത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതരുമായി നിൽക്കുമ്പോൾ അത് വ്യക്തിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഇവിടുത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് അമെന്റ്മെന്റ് വരുത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട പിണറായി വിജയന്റെ ഗവൺമെന്റ് ആദ്യത്തെ FIR കോഴിക്കോട്ട് അലൻ ഷുഹൈബിനും താഹ ഫസലിനെതിരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സമുദായത്തിന് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം സ്വാഭാവികമാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ റദ്ദാക്കപ്പെടുമ്പോൾ ഇവിടെ പകരം കെടാവിളക്കുന്ന സ്കോളർഷിപ്പ് കൊണ്ടുവന്നിട്ട് അതിൽ 47 സമുദായത്തെ മാത്രമേ എടുക്കൂ, മുസ്ലിം സമുദായം പുറത്തു നിൽക്കണം, ക്രിസ്ത്യൻ സമുദായം പുറത്തു നിൽക്കണം എന്ന് പറയുമ്പോൾ ആ സമുദായത്തിന് പ്രയാസം ഉണ്ടാവും. അത് രാഷ്ട്രീയമായി ഈ സമുദായത്തിന്റെ അവകാശമല്ലേ, ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഈ സമുദായത്തിന്റെ അവകാശങ്ങളെ, സ്വാഭാവികമായി ഈ സമൂഹത്തിന്റെ അവകാശങ്ങളെ, സ്വാഭാവികമായി ടോട്ടൽ ആയിട്ടുള്ള കേരളത്തിലെ വികസനങ്ങളെ അതൊക്കെ നോക്കി ഒരു ജനത വോട്ട് ചെയ്യുമ്പോൾ അതിന് മതത്തിന്റെ പേരിലാണ് അവർ വോട്ട് ചെയ്തത്. കാരണം CPM തോറ്റു, അതുകൊണ്ട് മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്തു. പൊന്നാനിയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രയോഗമുണ്ട്, പൊന്നാനിയിൽ പോലും എന്താണ് അവിടെ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും ജയിച്ചത് അവിടുത്തെ ഒരു മുസ്ലിം നാമധാരിയാണ് എന്നാണ്. അവിടെ തോറ്റതോ ഷബീർ എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം നാമധാരിയാണ്. അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെ സീനിയറായ ഒരു നേതാവ് വന്നിരുന്ന് വളരെ കൃത്യമായി അജണ്ട നിശ്ചയിച്ച് ജനങ്ങൾക്കിടയിലേക്ക് പൊടിപടലങ്ങൾ പരത്തിയിട്ട് ഇതിന് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതരുത്. തെറ്റുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തും തിരുത്താൻ തയ്യാറാകണം. അത് തിരുത്താൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിന് കുറച്ച് അംഗങ്ങൾ കൂടുതലുള്ള ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ നിങ്ങൾ കോർണൈസ് ചെയ്യപ്പെടുമ്പോൾ, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ്, സാമുദായിക നേതാവ് ആ ജില്ല ആക്രമിക്കപ്പെടുമ്പോൾ അതല്ല എന്ന് പറയേണ്ടയാൾ നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മൗനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മേഞ്ഞുകയറാവുന്ന, എല്ലാവർക്കും എന്ത് വിളിച്ചു പറയാവുന്ന ഒരു സമുദായം, ഒരു ജില്ലയുമായി മലപ്പുറം മാറുന്നത്. നോക്കൂ, KM ഷാജി പറഞ്ഞത് ഒരു ഡിബേറ്റിന്റെ ഭാഗമാണ് ഈ തലശ്ശേരി കലാപത്തെ കുറിച്ച് പറഞ്ഞതെന്നാണ്. ഇനി അങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുക എന്ന് കരുതട്ടെ, അത് എന്ത് ഗുണമാണ് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഉണ്ടാക്കുക? നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത് ഷാജിയല്ലേ? അല്ല, തീർച്ചയായും അത്തരം ചർച്ചകൾ ഉണ്ടാവരുത് എന്ന പക്ഷക്കാരൻ തന്നെയാണ്. പക്ഷേ KM ഷാജി ആ ചർച്ച കൊണ്ടുവരുന്നത് കേരളത്തിൽ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായ കലാപങ്ങളെ അങ്ങനെ മതപരമായി രാഷ്ട്രീയപരമായും വേർതിരിക്കേണ്ടതില്ല. അത് നമ്മൾ മറന്നുപോകേണ്ടതാണ്. അങ്ങനെ ഓർക്കണമെങ്കിൽ ഞങ്ങൾക്കും പലതും ഓർമ്മപ്പെടുത്താനില്ലേ എന്ന രൂപത്തിൽ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രതികരണത്തിൽ ഇത് ഉത്തരവാദിത്തം പൂർണ്ണമായും അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറയുന്നു. അത് ആ തലത്തിൽ ഡിബേറ്റ് നടക്കട്ടെ. അദ്ദേഹം പുതിയ ഒരു ചർച്ച കൊണ്ടുവന്നതല്ല. അദ്ദേഹം പറയുന്നത് AK ബാലൻ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള പോളറൈസേഷൻ പൊളിറ്റിക്സ് കൊണ്ടുവരുമ്പോൾ, വർഗീയമായ രാഷ്ട്രീയത്തെ കൊണ്ടുവരുമ്പോൾ, അവിടെ മാറാട് കലാപം ചർച്ചയാകുമ്പോൾ, അങ്ങനെ മാറാട് കലാപത്തെ ചർച്ചയായിക്കൊണ്ടുമ്പോൾ കേരളത്തിലെ പല കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്. അതിലൊന്നാണ് തലശ്ശേരി കലാപം എന്ന് പറയുന്നത്. അവിടെ നിരവധിയായ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, ആളുകൾ അപായപ്പെടുന്നു, ഈ സാഹചര്യം ഉണ്ടാകുന്നു. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചർച്ചയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് ഇങ്ങനെയും ചില വാദങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആ പറഞ്ഞു വെക്കുന്നിടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡിബേറ്റ്ഫുൾ ആണ്, ഞങ്ങൾ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറയും. അല്ലാതെ അദ്ദേഹം സ്വാഭാവികമായി കേരളത്തിന് മുമ്പിലേക്ക് ഒരു ചർച്ച കൊണ്ടുവന്നതല്ല. അത്തരം ചർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് വ്യക്തിപരമായ അഭിപ്രായവും എനിക്കില്ല. ശരി, ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇതിപ്പോൾ ഓരോ ദിവസവും ഇതിന്റെ ഡോസ് കൂടി വരുവാണ്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് നമ്മളിപ്പോൾ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തുകയാണ്, സാമുദായിക നേതാക്കൾ നടത്തുകയാണ്.
എന്ന് മാത്രമല്ല അതിൻ്റെ ഡിഗ്രി ഡോസ് കൂടി വരികയാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എന്താകും കേരളത്തിലെ സ്ഥിതി എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ കേരളത്തിൽ ഈ വർഗീയ പ്രസ്താവനകൾ സാമുദായിക നേതാക്കൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ടതില്ല. സാമുദായികം എന്ന് പറയാവുന്ന ഒരു അർത്ഥത്തിൽ തന്നെയാണോ നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ എടുക്കേണ്ടത് എന്നതിൽ പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലെ തന്നെ ആളുകളോ അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളോ ഇതിനെ പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രസ്താവനകൾക്ക് ഇവിടെ നിയമപരമായി ഉള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് ഗുരുതരമായ പ്രശ്നമാണ്. നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവ്, ഒരു സംഘടനയുടെ നേതാവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനെ വളരെ നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതിന്റെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ രണ്ട് പ്രസ്താവന വായിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും. രണ്ടാമത്തേത്, മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലത്ത് നോമ്പ് കാലത്ത് ഒരു പെട്ടിക്കട പോലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. മുസ്ലിങ്ങൾ വോട്ട് ബാങ്ക് കാട്ടി സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ പ്രസ്താവനകൾ ഇങ്ങനെ ഞാൻ കുറെ എണ്ണം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. ഈ പ്രസ്താവനകളിലൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊരു വ്യാഖ്യാനത്തിലൂടെ അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ ദുഷ്പ്രചാരണങ്ങളും നടത്തിക്കഴിഞ്ഞ് അത് എത്തേണ്ടിടത്ത് എത്തി. ആളുകൾ ഏതെല്ലാം ഗ്രൂപ്പുകളിലാണോ ഓടേണ്ടത് അതെല്ലാം ഓടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് എന്ന് വിശദീകരിച്ച് കൈ കഴുകുകയാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണപക്ഷത്തിന്റെ, ഭരിക്കുന്ന സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തം എന്താണ്? നിയമവാഴ്ച നടപ്പാക്കുക എന്നതാണ്. ആ നിയമവാഴ്ച നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് വർഗീയ വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നത്. അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനുണ്ട്. അത് സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നിരന്തരമായ വർഗീയ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറയാം. KM ഷാജി വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയെന്ന് CPM-ന്റെ പ്രതിനിധി ബഹുമാനായ KT കുഞ്ഞിക്കണ്ണൻ സഖാവ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ KM ഷാജിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കൂ. സമാനമായ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കൂ. നിയമ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ ആ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് ഇത് വർഗീയതയാണ്, KM ഷാജിയെ കുറിച്ച് പറയുന്നു, വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കാതെ നിങ്ങൾ ഈ ചാനലിൽ വന്ന് ഇങ്ങനെ നിരന്തരം സംസാരിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? സംസാരിക്കണം, സംവാദങ്ങൾ ഉണ്ടാകണം, ഞാൻ അതിനെ നിരാകരിക്കുകയല്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് അത് ചാനൽ ചർച്ചയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നതിന്റെ അപകടമുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ പോലും അത് സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ പ്രതിനിധിയെ സമുദായം നോക്കിയിട്ട് തീവ്രവാദി എന്ന് വിളിക്കുകയാണ്. പിറ്റേന്ന് അതിനെ വിശദീകരിക്കുകയാണ്. മതതീവ്രവാദി എന്ന് വിളിക്കാൻ ഞാൻ വിട്ടുപോയി എന്ന് വിശദീകരിക്കുകയാണ്. ഈ തരത്തിൽ ആളുകളെ മതം നോക്കിയിട്ട്, പേര് നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ മുഴുവൻ അങ്ങനെ വർഗീകരിച്ച് നിങ്ങൾ ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലാക്കിയാണോ ഈ പ്രസ്താവനകൾ നടത്തുന്നത്? എങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ ലാഭം കൊയ്യാനിരിക്കുന്നത് ആരാണ്? ഈ നടക്കുന്ന സകല വിദ്വേഷ പ്രചാരണങ്ങളുടെയും ലാഭം കൊയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു, BJP ആയിരിക്കും. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കൂ. നമുക്ക് നമ്മുടെ നാടിനെ നിലനിർത്തേണ്ടതുണ്ട്. കേരളത്തെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. താൽക്കാലികമായ വോട്ടിന്റെയും അധികാരത്തിന്റെയും പ്രശ്നമല്ല. ഈ വോട്ടും അധികാരങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കേരളം എന്ന് പറയുന്ന ഭൂമി അതിന്റെ സൗന്ദര്യത്തിൽ, അതിന്റെ മതനിരപേക്ഷതയിൽ നിലകൊള്ളേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഭരണകൂടത്തിന്റെ ഭാഗത്ത് സവിശേഷമായി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. ഭരണകൂടം എടുക്കേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ വെറും പ്രസംഗങ്ങളും പ്രസ്താവനകളും ചർച്ചകളും മാത്രമായി ഈ വർഗീയ വിദ്വേഷ പ്രസ്താവനകളെ ചുരുക്കി കാണരുത്. ആ രീതിയിലേക്ക് അതിനെ ചുരുക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇലക്ഷൻ ആരെങ്കിലും ജയിക്കുകയോ തോക്കുകയോ ചെയ്തേക്കാം, പക്ഷേ കേരളം ഇവിടെ ഉണ്ടാകണം എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറയുകയുണ്ടായി. ആ കേരളം നിലനിർത്താനുള്ള എല്ലാ ചുമതലയും ഒന്നാമതായി ഉള്ളത് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ്. അവരത് തിരിച്ചറിഞ്ഞ് തിരുത്തുമെന്ന് കരുതുക. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ PK നവാസ്, ശ്രീ മുഹമ്മദ് അലി കിനാലു, ഇത്രയും സംസാരിച്ചവരുടെ